വിമാനം താഴ്ന്നു പറന്ന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു. സൈമൺ KJയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഓട് വീണ് സൈമണിന് തോളിന് പരിക്കേൽക്കുകയും ചെയ്തു. സിയാൽ അധികൃതരെ വിവരം അറിയിച്ചതായി കുടുംബം പറയുന്നു. ആൻ മരിയ സണ്ണിയാണ് ആ വാർത്തകൾ വിവരങ്ങൾ വെച്ചിരുന്നത്. ആൻ, ഇതുവരെ കേൾക്കാത്ത ഒന്നാണത്. വിമാനം താഴ്ന്നു പറന്നതിന്റെ ഈ പറഞ്ഞ വലിയ കാറ്റടിക്കുമല്ലോ, അങ്ങനെയാണോ ഈ പറയുന്ന രീതിയിൽ മേൽക്കൂരെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടിനകത്തോട്ട് വീണത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വിമാനം താഴ്ന്നു പറഞ്ഞപ്പോൾ അതിശക്തമായിട്ടുള്ള ആ കാറ്റിൽ തന്നെയാണ് വീടിന്റെ മേൽക്കൂരകൾ പൊളിഞ്ഞ് താഴേക്ക് വീഴുകയും ആ വീട്ടിലുണ്ടായിരുന്ന സൈമണും സൈമന്റെ ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിൽ സൈമണിന്റെ കൈക്കും തോളിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇത് കുടുംബം സിയാലിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നത്. അപ്പം അതിൽ നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഈ രീതിയിൽ വിമാനം താഴ്ന്നു പറക്കുന്നത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ 8:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. ഇതിനു മുൻപ് ഈ പെരുമ്പാവൂർ ഓടക്കാലിയിലും സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂർ ഓടക്കാലിയിലും ഈ വീടിന്റെ മുകളിലേക്ക് വിമാനം താഴ്ന്നു പറഞ്ഞതിനെ തുടർന്ന് ഓടുകൾ വീഴുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് നിരവധിയായിട്ടുള്ള പരാതികൾ അന്ന് ആ കുടുംബവും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് പെരുമ്പാവൂർ, ആലുവ ഭാഗങ്ങളിൽ, നെടുമ്പാശ്ശേരി ഭാഗങ്ങളിലെ ഈ വിമാനം താഴ്ന്നു പറക്കുന്നത് മൂലം നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾക്കാണ് പലതവണയായിട്ട് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, അല്ല, ഈ ഇത്തരത്തിൽ ഓടുകൾ ഇളകി പറക്കാനും അതൊക്കെ പൊളിഞ്ഞ് താഴോട്ടൊക്കെ വീഴുന്ന രീതിയിൽ കാറ്റുണ്ടാവാൻ എത്ര താന്ന് പറക്കണം? അപ്പോൾ തൊട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടാവോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അത് സിയാലിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഓടക്കാലിൽ ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ പറയുന്നത് ഇത് ആ ഒരു പ്രദേശത്തേക്ക് എന്ന് പറയുന്നത് എയർപോർട്ടിലേക്ക് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഓടക്കാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിലേക്ക് ഇത് ലാൻഡിങ്ങിന്റെ ആ സമയമാകുമ്പോഴേക്കുമാണ് ഈ വിമാനം താഴ്ന്ന രീതിയിൽ വരുന്നത്. അത് ഇനി ആ രീതിയിൽ ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധയുണ്ടാകുമെന്നും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന, അതായത് നെടുമ്പാശ്ശേരിയിൽ ഈ വിമാനം, അതിനു മുൻപ് ഈ പരിസര പ്രദേശങ്ങളിൽ, അതായത് ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ഈ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇതിനു മുൻപ് ഈ രീതിയിൽ വിമാനം താഴ്ന്നു പറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് അപകടകരമാണ്. കാരണം ഒരുപാട് വീടുകളുള്ള ഭാഗമാണ് ഈ എയർപോർട്ടിന് സമീപത്തായിട്ട്, അതായത് ഈ വിമാനം വരുന്ന ആ ഭാഗത്തെല്ലാം നിരവധിയായിട്ടുള്ള വീടുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന തുടർക്കഥയാവുന്നത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം കൂടി ഉയർന്നുണ്ടെന്നതാണ്. നിലവിൽ ഇപ്പോൾ സിയാലിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. അതിനുശേഷമേ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടാവുകയുള്ളൂ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.